ഇന്ന് ലാലേട്ടൻ വന്ന് എയറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറപ്പിക്കുമെന്നാണ് തോന്നുന്നത്. കാര്യം സിബിൻ ഒരു വൈറ്റ് കാർഡ് എൻട്രി ഇടണം വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ 20 ദിവസത്തോളം ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. എത്ര പേർക്കാണ് ഹേറ്റേഴ്സ്, എത്ര പേർക്കാണ് ലവ്, അതൊക്കെ അറിഞ്ഞ് വന്നിട്ട് അവൻ കളിക്കുന്ന കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തരം താഴ്ന്ന കളിയാണ്. അതിന്ന് ലാലേട്ടൻ പൊളിച്ചെടുക്കാൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ജാസ്മിൻ സിബിൻ്റെ അടുത്ത് എപ്പോൾ സംസാരിക്കാമെന്നല്ല സിബിൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: നീ കുളിച്ചില്ല, നീ മാറുന്നില്ലേ, എന്തൊരു നാറ്റം, ആൾക്കാരെ കൂട്ടത്തിൽ വന്നിരിക്കില്ല, കാല് തറവ്, എന്തൊരു നാറ്റം, മാറിയില്ലേ, മാറുന്നില്ലേ, നീ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന നിനക്ക് യോഗ്യതയില്ല, നിനക്ക് എന്ത് യോഗ്യതയുള്ള, മാറുന്നില്ല, അവോയ്ഡിങ് മാത്രമാണ് സിബിൻ ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിക്കണം, നിൻ്റെ അടുത്ത് സംസാരിക്കുന്ന യോഗ്യത എങ്ങനെയാണ്, എങ്ങനത്തെ ക്ലാസ് ആണെന്നൊക്കെ വെച്ച് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലാലേട്ടൻ അടുത്ത് വരെ സിബിൻ തർക്കിക്കാൻ പോവുകയാണ്. ലാലേട്ടൻ്റെ ക്വസ്റ്റ്യൻ പോലും മുഴുവിക്കാതെ സിബിൻ തർക്കിക്കാൻ പോവുകയാണ്. അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് അതൊരു സംഭവം മാറി നിൽക്കുകയാണ്. അത് മാറുന്നത് മാത്രമല്ല, സിബിൻ്റെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ മോശം ഗെയിമായിട്ടാണ് സിബിൻ പോകുന്നത്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരും കൂടെ പാട്ട് പാടുന്നിടയിൽ ജാസ്മിൻ വരുമ്പോൾ മാറ്റി നിർത്തുകയാണ് സിബിൻ. നീ മാറിയില്ല, കുളിക്കില്ല, അങ്ങനത്തെ രീതിയിൽ ഒരാൾ എത്രത്തോളം മാറ്റി നിർത്താൻ പറ്റും അത്രത്തോളം മാറ്റി നിർത്തുകയാണ്. ഇപ്പം ജാസ്മിൻ വേണമെങ്കിൽ പറയാതിരിക്കുകയാണ്, ഞാൻ കുളിക്കില്ല, അങ്ങനെയാണ്. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഒരിക്കൽ കുളിക്കാൻ പറ്റില്ല, എല്ലാ കാര്യവും പറഞ്ഞിട്ട് പോലും ഒരു വീട്ടിലുള്ള ഒരാളെ മാറ്റി നിർത്തുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും ലാലേട്ടൻ ഇന്ന് വന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമുക്കെന്തായാലും കാണാം, കണ്ടു തന്നെ അറിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.